ഡൽഹി തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കലഹിച്ച 5 ദിവസത്തിനിടെ 8 MLA-മാർ രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുവാൻ അനുമതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. നരേഷ് യാദവ്, രോഹിത് കുമാർ, രാജേഷ് ഋഷി, മദൻ ലാൽ, പവൻ ശർമ്മ, ഭാവന ഗൌഡ്, ഭൂപീന്ദർ സിംഗ് ജോൺ, ഗിരീഷ് സോനി എന്നിവരാണ് 5 ദിവസത്തിനിടെ രാജിവെച്ചത്. മെഹ്റൌളി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു നരേഷ് യാദവ്. ഖുറാനെ അപമാനിച്ചെന്ന കേസിൽ പഞ്ചാബ് കോടതി ഇയാൾക്ക് ഡിസംബറിൽ 2 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു. ഫെബ്രുവരി 5-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി AAP പ്രഖ്യാപിച്ച 5ാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നരേഷ് യാദവിന് പകരം മെഹ്റൌളി മണ്ഡലത്തിൽ മഹേന്ദർ ചൗധരിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് നരേഷിന്റെ രാജി. സത്യസന്ധമായ രാഷ്ട്രീയം എന്ന പാർട്ടിയുടെ അടിസ്ഥാനത്വം AAP ഒഴിവാക്കിയെന്ന് നരേഷിന്റെ രാജിക്കത്തിൽ ആരോപിക്കുന്നു. പാർട്ടിയിലും അരവിന്ദ് കെജ്രിവാളിലുമുള്ള വിശ്വാസം നഷ്ടമായെന്നാണ് കലാം മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ ഭാവന ഗൌഡ് രാജിക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ത്രിലോക്പുരി MLA ആയ രോഹിത് കുമാർ ഇന്നാണ് രാജി പ്രഖ്യാപിച്ചത്. കരാർ അടിസ്ഥാനമുള്ള തൊഴിലുകൾ അവസാനിപ്പിച്ച് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുമെന്ന വാക്ക് പാലിക്കുന്നതിൽ AAP പരാജയപ്പെട്ടെന്ന് രോഹിത് ആരോപിച്ചു. ഒറ്റഘട്ടമായി ഫെബ്രുവരി 5-നാണ് ഡൽഹി നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8-ന് വോട്ട് എണ്ണും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ആകെയുള്ള 70 സീറ്റിൽ യഥാക്രമം 67, 62 സീറ്റുകൾ നേടി AAP വൻ വിജയം നേടിയിരുന്നു. ഈ വിജയം നിലനിർത്താനുള്ള കഠിന ശ്രമം AAP തുടരുന്നതിനിടെയാണ് പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായത്. അതേസമയം 3 പതിറ്റാണ്ടായി ഡൽഹിയിൽ ഭരണം നേടാനാകാതിരുന്ന BJP ശക്തമായ തിരിച്ചുവരവാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്.